ഹലോ ഗൈസ്, അപ്പോഴത്തെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമില്ല, ബിസ്ക്കറ്റ് ഷേക്ക്. ഈ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത് ഷേക്കിന് വേണ്ടി. അതിനാ ഞാൻ 5 ബിസ്ക്കറ്റാണ്, ഇതേപോലത്തെ 5 ബിസ്ക്കറ്റാണ് ഞാൻ പ്ലേറ്റിൽ ഇങ്ങനെ പൊട്ടിച്ചിടുന്നത്. 6 ഉണ്ടായി, ഒരു പക്ഷേ അതിൽ ഒന്ന് ഞാൻ തിന്നു. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പൊട്ടിച്ചിടാം കേട്ടോ. അങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയുള്ള ഡെയിലി വ്ളോഗ്സ് ഇടാം കേട്ടോ. അടിപൊളി വ്ളോഗ്സായിട്ട് ഞാൻ ഇനിയും വരും. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പാലും ഐസ്ക്രീം വലുതൊന്നുമല്ല, ബോൾ ഐസ്ക്രീം, ജസ്റ്റ് ഒരു ബോൾ ഐസ്ക്രീം ബോൾ ഐസ്ക്രീം എടുത്ത് ഞാൻ അവിടെ തന്നെ വച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ എല്ലാ ബിസ്ക്കറ്റും എല്ലാം ഒരു ഓർഡർ പോലെ വെച്ച് 5 ബിസ്ക്കറ്റും നമ്മൾ മിക്സിയിലത്തെ ജാറിലിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാല് പൊട്ടിച്ച് ഒഴിച്ചെടുക്കുകയാണ് നമ്മൾ. അതിനകത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാനുള്ള പ്ലാനാട്ടോ. ഞാൻ ആദ്യം കുറച്ചാണ് ഒഴിച്ചത്, ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചെങ്കിലും അങ്ങനെ അല്ല, ഞാൻ ഫുള്ള് ഒഴിക്കണം എന്നൊന്നും വിചാരിച്ചതല്ല. ഞാൻ കട്ട് നോക്കാൻ നിന്നില്ല, എനിക്ക് അതിനുള്ള തൃപ്തി ഉണ്ടായില്ല. ഒഴിച്ച് പകുതി മാറ്റി വെച്ചു. അങ്ങനെ പഞ്ചസാര ഇടാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു. എന്നിട്ട് 2 ബോൾ ഐസ്ക്രീം ഉണ്ടായി. അങ്ങനെ 2 ബോൾ ഐസ്ക്രീം ഉണ്ടായിട്ട് അതിനകത്ത് ഒരു ബോൾ ഐസ്ക്രീമാണ് ഞാൻ ഇടുന്നത് അതിനകത്തേക്ക്. അങ്ങനെ പൊട്ടിക്കാനുള്ളൊരു പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഭയങ്കര പാടായിരുന്നു എനിക്ക്, നല്ല പാടായിരുന്നു. നിങ്ങൾ പല ശബ്ദങ്ങളും കേൾക്കും, എന്ന് വെച്ചാൽ ടി വിൻ്റെ ചെറിയ ശബ്ദം കേൾക്കും. എനിക്ക് വയ്യ, എന്നാലും ഞാൻ എഡിറ്റ് ചെയ്തിടെന്താട്ടെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് വീണു. അപ്പം അതിൻ്റെ കാലുവേദനയൊക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഹാളിൽ നിന്നാണ് എഡിറ്റിങ്. പിന്നെ ചുമയുണ്ട്, അതിൻ്റെ കുറച്ച് പാടാണ്. എന്നിട്ട് കത്രികയൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും പറ്റണ്ടായില്ല കേട്ടോ. ലാസ്റ്റ് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് തോർപ്പിച്ച്. നിങ്ങൾ പല ശബ്ദങ്ങളൊക്കെ കേൾക്കും, അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഐസ്ക്രീം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ടേസ്റ്റ് ചെയ്യാതെ ഒരു പരിപാടി നമുക്കില്ലല്ലോ എന്ന് വെച്ചാൽ ചെറിയൊരു ചുമയുണ്ട്. അപ്പോൾ ഞാൻ ഷേക്ക് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് അച്ഛനെയും കൊണ്ട് പറഞ്ഞിട്ട് മേടിപ്പിച്ചതാണ്. അച്ഛൻ ചുമ മാറിയിട്ട് വാങ്ങി തരാമെന്നാണ്. ഞാൻ എന്നിട്ട് സമ്മതിച്ചില്ല. അപ്പം എന്തായാലും എന്നിട്ട് ഞാൻ ലാസ്റ്റത്തെയും കുറച്ച് കഴിച്ചു. എനിക്കപ്പം ഇതേപോലത്തെ ഒരു ചുമയാണ് എനിക്ക്. എന്നിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇട്ടു. ഇത് ഇപ്പം എന്താ പറയുക, കശുവണ്ടി. അപ്പം എന്നിട്ട് ജ്യൂസ് റെഡി ആയിട്ട് അതിൻ്റെ മുകളിൽ 2ാമത്തെ ഐസ്ക്രീമാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അതും ഞാൻ ടേസ്റ്റ് എല്ലാം ചെയ്തൊക്കെ നോക്കി. ഞാൻ അപ്പം കഴിച്ചു നോക്കിയപ്പോഴാണ് അയ്യോ, മധുരമിട്ടില്ല എന്നുള്ളൊരു ട്വിസ്റ്റ് അറിയുന്നത്. എന്നിട്ട് ഐസ്ക്രീം ഉള്ള ഭാഗമൊക്കെ അടിപൊളി. ഞാൻ പക്കത്തി പോലും കുടിച്ചില്ല, കാല് പോലും കുടിച്ചില്ല. മധുരം ഇല്ലാത്തതുകൊണ്ട് പറ്റണ്ടായില്ല ഗായ്സ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലും കശുവണ്ടിയൊക്കെ ഇടുക. എനിക്ക് മധുരം ഇട്ടിട്ടും കഴിക്കാൻ തോന്നണ്ടായില്ല. ഇനിയും ബാക്കി വന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കായിരുന്നു. എൻ്റെ പൊന്നെ, ഒരു വിധമായി പോയി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.